സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തെ തേടുകയാണ്. ഏതു ജാതിയിൽപ്പെട്ടവനായാലും നമുക്കറിയാം, ആദ്യം യഹൂദരോട് സുവിശേഷം പ്രസംഗിക്കണമെന്നാണ് ഈശോ അപ്പസ്തോലന്മാരോട് ഓർപ്പിച്ചത്. ഇന്നലെയൊക്കെ നമ്മൾ കേട്ടു, യഹൂദർ യേശുവിനെ കൊറിന്തോസിൽ വെച്ച് അല്ലെങ്കിൽ അന്ത്യോക്യായിൽ വെച്ച് യഹൂദർ അപ്പസ്തോലന്മാരെ തള്ളിക്കളഞ്ഞു, അവരെ ഉൾക്കൊണ്ടില്ല. അപ്പോൾ അവരുടെ കാലിലെ പൊടിയൊക്കെ തട്ടിയിട്ട് അവർ വിജാതിയുടെ അടുക്കിലേക്ക് പോവുകയാണ്. അത് ദൈവിക പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം, പത്രോസിന് ഒരു വലിയ വെളിപ്പെടുത്തലുണ്ടായി. പത്രോസ് യഹൂദരുടെ ഇടയിൽ മാത്രം, സിനഗോഗുകളിൽ മാത്രം വചനം പ്രസംഗിച്ചുകൊണ്ട് പോയപ്പോഴാണ് ഒരിക്കൽ ഒരു ദർശനമുണ്ടായി. 3-ാം മണിക്കൂറിലെ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് ഒരു വിരിപ്പിറക്കിയിട്ട് അതിലെല്ലാം 4 മൃഗങ്ങളും, യഹൂദർക്ക് എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കാൻ പാടില്ലല്ലോ, അത് അശുദ്ധമാണ്. അപ്പോൾ ആ ദർശനത്തിൽ കണ്ടത് ലോകത്തിലുള്ള സകല ഹീനതും എന്നാൽ യഹൂദർക്ക് നിഷിദ്ധവുമായ എല്ലാ മൃഗങ്ങളെയും, 4 മൃഗങ്ങളെയും അതിൽ വിരിപ്പിലിറക്കിയിട്ട് പറഞ്ഞ കൊന്നു ഭക്ഷിക്കുക എന്ന്. പത്രോസിനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഞാൻ ഹീനമോ അശുദ്ധമായ അതൊന്നും തൊടുക പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം ആവർത്തിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത്. അപ്പം അത് ഭക്ഷണത്തെക്കുറിച്ചുള്ള, ഞാൻ ഓർപ്പിച്ച പോലെ ശരീരത്തിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച്, ആത്മാവിൻ്റെ മേഖലയെക്കുറിച്ചാണ്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെതാണ്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവിന് ഭക്ഷണം കൊടുക്കാനാണ് പത്രോസെ ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഇന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പായും ലിയോ 14 മാർപ്പാപ്പായൊക്കെ പറയുന്നത് നമുക്ക് ആ ഒരു കാഴ്ചപ്പാടുകൂടെ കാണണം. ലോകമെമ്പാടുമുള്ള എല്ലാ ജാതി ജനതകളുടെ ഉള്ളിലുള്ള ആത്മാവിന് ഭക്ഷണം കൊടുക്കാനാണ് ഭൂമിയിൽ തിരുസഭ എന്ന ആ സംഭരണശാല. മലാഖിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദേവാലയത്തിലേക്ക് നമ്മൾ പന്തലിൽ വിളമ്പുമ്പോൾ അതിൻ്റെ പുറകിൽ ഭക്ഷണം ശേഖരിച്ചു വെക്കുന്ന സ്ഥലം പോലെയാണ് സഭയെന്നാണ്. അതായത് അനേകർക്ക് വിളമ്പിക്കൊടുക്കുവാനായിട്ട് ആലയത്തിൽ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞു. അപ്പോൾ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയവൻ ഇന്ന് ലിയോ 14 മാർപ്പാപ്പോട് പറയുന്നതായിരിക്കാം, ഈ 800 കോടി ജനത്തെ നീ തീറ്റിപ്പോറ്റുക, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക അല്ലേ. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, നീ എന്നെ സ്നേഹിക്കുന്നു അതോ? അവിടെ വേർതിരിവുണ്ടല്ലോ. അവിടെ യേശുവിൻ്റെ സ്നേഹം അറിയാതെ മീൻ പിടിക്കാൻ പോയ പത്രോസിനോട് ഈശോ ചോദിച്ച ചോദ്യം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടു. അതായത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷയിലും ചോദിച്ച ചോദ്യം അതാ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു, യോഹന്നാൻ 21. അപ്പോൾ ലോകത്തിൽ പല പ്രയോറിറ്റിയും കാണും, പല വ്യക്തികളും കാണും, ആൾക്കാരും കാണും. പക്ഷേ യേശുവിനെയാണോ സ്നേഹിക്കുന്നതാണ് ഒറ്റ ചോദ്യം. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വാദങ്ങളുണ്ട്, സഭയിൽ പോലും ഉണ്ട്, കർദിനാൾമാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് അവരും പറയുന്നതല്ല, നീ എന്നെ സ്നേഹിക്കുന്നു. ഇതൊരു മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. പത്രോസിനോട് ചോദിച്ച, യേശു ഏറ്റവും ചോദിച്ച ചോദ്യമാണ് യോഹന്നാൻ്റെ പുത്രനായ ശെമയോനെ. ആ പേരിനൊക്കെ വലിയ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പേര് സ്വീകരിച്ചപ്പോൾ പഴയ പേരൊക്കെ മാറ്റിയിട്ട് മാനസാന്തരത്തിനുള്ള ഏറ്റവും കൂടുതൽ മാനസാന്തരത്തിന് വഴി തുറന്ന വിശുദ്ധനായ അഗസ്റ്റിൻ്റെ പേരൊക്കെ സ്വീകരിച്ചത് വലിയ ആത്മീയതയാണ് അതിനകത്തൊക്കെ. അപ്പം നമ്മൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഈശോ അനുദിനം ചോദിക്കുന്ന ചോദ്യമാണ്, നീ ഇവരെക്കാൾ, അതൊക്കെ പറയുന്നുണ്ട്, നീ അതിനേക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ആടുകളാണ്. ലോകമെമ്പാടും 800 കോടിയോളം ജനത, എല്ലാ രാജ്യങ്ങളും, ചൈനയും റഷ്യയും പലസ്തീനും യുക്രൈനും ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഉൾപ്പെടെയുള്ള ജനത്തെ നീ എനിക്കായി തീറ്റിപ്പോറ്റുക എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്, സത്യമായുണ്ട്. യേശുവിൻ്റെ, കാരണം അവിടുന്നാണ് സൃഷ്ടിച്ചത് എല്ലാ മനുഷ്യരെയും. ഞാൻ പറഞ്ഞു വന്നത്, ഈ പത്രോസ് റോമാക്കാരനായ കൊർന്നേലിയൂസിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അവിടുന്ന് അവർക്കൊരു ദർശനമുണ്ടായെന്ന് പറഞ്ഞു. ഒരു ദൂതൻ വന്ന് പറഞ്ഞു, ഈ പത്രോസ് എന്ന് പറയുന്ന ആളിനെ വിളിച്ചുകൊണ്ട് വരിക, നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ള വഴി അവൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിൻ്റെ, അപ്പം അതിനു മുമ്പായിട്ടാണ്, പത്രോസ് ഒരിക്കലും പോകാൻ സാധ്യതയില്ലായിരുന്നു കൊർന്നേലിയൂസിൻ്റെ വീട്ടിലേക്ക്. അപ്പം അതുകൊണ്ടാണ് അതിനു മുമ്പായിട്ട് ഈ ഒരു
വിരിപ്പിറക്കുന്നതും ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഞാൻ കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞ് ഞാൻ അവരെ വേണ്ടി, ജാതികൾ, ജനതകൾ, ഏത് മതത്തിൽപ്പെട്ടവരാൽ ഞാൻ അവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ അവരെ വിശുദ്ധീകരിച്ചാണ്, അവരെ എൻ്റേതാണ്. അതുകൊണ്ട് നീ പോവുക, അവരോട് എന്ന് പറയുക, എന്നെക്കുറിച്ച് അവരോട് പറയുക എന്ന് യേശു പറഞ്ഞപ്പോൾ പത്രോസിന് സംശയമൊന്നുമില്ലായിരുന്നു. ആ ദർശനം കഴിഞ്ഞ ഉടനെ താഴെ വീടിൻ്റെ വാതിക്കൽ ആരോ മട്ടുപ്പാവുമ്പോൾ വീടിൻ്റെ വാതിക്കൽ ആരോ മുട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ തുറന്നപ്പോൾ ഇങ്ങനെ കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരാണ്. പത്രോസ് ഒരു സംശയം കൂടെ അവരോട് പുറപ്പെട്ടു വന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പത്രോസ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10 ഇന്നലെ കഴിഞ്ഞ ദിവസം വായിച്ചത്, അവിടെ ചെന്ന് അവരോട് സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്ന് ഞാൻ സത്യമായി അറിയുന്നു. പത്രോസ് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായ ദൈവം നിയോഗിച്ചിരിക്കുന്ന അവനാണെന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. യേശു നൽകിയ കൽപ്പനയാണത്. അതുകൊണ്ട് ഇന്ന് മാർപ്പാപ്പായെ നമ്മൾ ആ കണ്ണുകൊണ്ടാണ് കാണേണ്ടത് കേട്ടോ. നമ്മുടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാർപ്പാപ്പ അങ്ങനെ ചെയ്തിരിക്കുന്നൊക്കെ പറയുമ്പോൾ മാർപ്പാപ്പ നമ്മൾ ചിന്തിക്കുന്നതൊന്നും അല്ല ചിന്തിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ ഇടുങ്ങിയ മനസ്സാണ്, സങ്കുചിത മനസ്സാണ് നമ്മുടേത്, സ്വാർത്ഥതയാണ് നമ്മുടേത്. യേശുവിനെ നോക്ക്, അന്ന് ഈ ഇന്നത്തെ സുവിശേഷം മുഴുവൻ നമ്മൾ ഇതുമാണ് ഇതൊക്കെ പറയാൻ കാരണം ഈ അപ്പസ്തോലന്മാർ, പത്രോസ് കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ പോയി, അവിടെ പോയി അവരും ഭാഷാപരത്തിലൊക്കെ സൂചിച്ചെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവിടെ 10 അപ്പസ്തോലന്മാർ 44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മാമോദിസ സ്വീകരിച്ചിട്ടില്ല. ഓർത്ത് വയ്ക്കണം, അവർ മാമോദിസ ഒന്നും സ്വീകരിച്ചിട്ടില്ല. യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ കരുണയെക്കുറിച്ച് പത്രോസ് പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെടുന്ന പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദന വിശ്വാസം വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ഇങ്ങനെ നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവ് അവിടെ മേൽ വന്നു കഴിഞ്ഞു. ഓൾറെഡി അവർക്കിനിയും സഭയിൽ അംഗമാകാൻ, ജ്ഞാനസ്നാനം കൊടുക്കാൻ ഇതിനെ തടസ്സപ്പെടുത്തുന്നതെന്നാണ് പത്രോസ് ചോദിക്കുന്നത്. നോക്കണം, ഇത് നമ്മൾ ഈ കാലഘട്ടങ്ങളിലുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ കാഴ്ചപ്പാടൊന്നും അല്ല. പരിശുദ്ധാത്മാവ്, ഞാനത് പറയാൻ കാര്യം, ഈ വിജാതിയുടെ ഈ റോമാക്കാരുണ്ടല്ലോ, അവർ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ ദൈവ സ്നേഹം നിറഞ്ഞു. വേറൊന്നുമല്ല, യേശുവിനെ കുറിച്ചുള്ള സ്നേഹം നിറഞ്ഞു. അവർക്ക് മുൻവിധിയൊന്നുമില്ല. അപ്പൊ അവരുടെ ഉള്ളിലെ ആത്മാവ് ആനന്ദിക്കുകയാണ്, അവരുടെ ഉള്ളിലെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറയുന്നത് ഭാഷാപരത്തിന്റെ പ്രാർത്ഥന. പൗലോസ് പറയുന്നുണ്ട്, 1 കൊരിന്തോസ് 12, 13, 14 അധ്യായങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നല്ല എപ്പോഴും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നമുക്ക് കിട്ടാനായിട്ട്, നമ്മുടെ ഇടുങ്ങിയ മനസ്സൊന്ന് വികസിച്ച് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട്. ഞാൻ പറയുകയാണ്, മുമ്പോട്ട് പോകുമ്പോൾ വലിയ രക്ഷയുടെ കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു പ്രവേശിക്കുകയാണ്. ആത്മാവ് ഞാൻ പറയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ബോധ്യത്തോടെ നമ്മൾ ഈ ഇടുങ്ങിയ മനസ്സൊക്കെ കളഞ്ഞിട്ട് ആത്മാവിൽ കർത്താവ് എല്ലാവരെയും രക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരെയും, ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം എല്ലാ അൽമായർക്കും വചനം പറയാം. സഭയോട് ചേർന്ന് കേട്ടോ, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വചനം പറയാനുള്ള വലിയൊരു ദൗത്യമുണ്ട്, ഒരു കടമയുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മൾ ചെയ്യണം. കാരണം യേശുവിൻ്റെ ആ കുരിശിലെ നിലവിളിയാണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയുടെ നിലവിളിയുടെ ഭാഗമാണത്. പ്രിയമുള്ളവരെ, ഇന്നെന്താ സംഭവിച്ചു? ഇന്നത്തെ വായന അപ്പോസ്തലർ 11 അതായത് പത്രോസ് ഇവരാരും മറ്റൊരാരും ഈ 12 പേരും ബാക്കിയുള്ളവരൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവരെല്ലാം യഹൂദ മനോഭാവമാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്നെന്നും, അതുകൊണ്ട് പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് പോയെന്നും അവിടെ വിജാതിയർ പോലും ഭാഷാവർത്തി സ്തുതിച്ചെന്നും പരിശുദ്ധാത്മാവ് അവർക്ക് മാമോദിസ കൊടുത്തെന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ആപ്പാടെ ബഹളമായി. അപ്പോസ്തലന്മാരുടെ ഇടയിൽ എന്താ നീ കാണിച്ചത്? ഇത് വായനയാണ്. വിജാതിയർ അപ്പോസ്തലർ 11 വിജാതിയരും ദൈവവചനം സ്വീകരിച്ചു എന്ന് യൂദായരുണ്ടായിരുന്ന അപ്പോസ്തലന്മാരും സഹോദരന്മാരും കേട്ടു. തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിച്ഛേദനവാദികൾ അവനെ എതിർത്തു. പത്രോസിനോട് കയർക്കുകയാണ്. എന്താ നീ കാണിച്ചത്? നിനക്കെന്താ തോന്നിയവാസമാണോ? യഹൂദരുടെ അല്ലാത്തവരുടെ ഇടയിൽ പോയി സംസാരിച്ച് ഭക്ഷണം കഴിച്ചു, അവരുടെ കൂടെ ഇരുന്ന് വചനം പറഞ്ഞു, അവർക്ക് മാമോദീസ കൊടുത്തു. എന്താ നീ ചെയ്യുന്നത്? നോർത്ത് നോക്കണം, പത്രോസിനെ കടിച്ചു കയറാൻ പോകണവർ.
അപരിച്ഛേദരുടെ അടുക്കൽ നീ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തുകൊണ്ട് എന്തുകൊണ്ട്? പത്രോസ് ശാന്തനായിട്ട് അവരോടെല്ലാം ക്രമമായി വിശദീകരിക്കാൻ തുടങ്ങി. ഞാൻ സന്ദനെ കുറിച്ച് ഞാൻ പോകുന്നില്ല. അവിടെ ആ ദർശനം കിട്ടിയതും അത് കഴിഞ്ഞ് കൊർന്നേലിയോസിൻ്റെ വീട്ടിലേക്ക് അവരാളയച്ചത്, അവിടെ കൂടെ പോകുന്നതും, ആ വീട്ടിൽ പ്രവേശിച്ചു. തൻ്റെ ഭവനത്തിലൊരു ദൂതൻ നിൽക്കുന്നതായി കണ്ടുവെന്നും അവന് ഇങ്ങനെ കൊർന്നേലിയോസ് അറിയിച്ചുവെന്നും അവൻ പറഞ്ഞു. നീ യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശമയോനെ വരുത്തുക. നിനക്കും നിന്റെ ഭവനത്തിന് മുഴുവനും രക്ഷ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഇതുകൊണ്ട് തന്നെയാണ് പത്രോസ് വിളിച്ചത്, മറ്റൊരുവനിലും രക്ഷയില്ല. ഈ ഒരു ബോധ്യം, ഇത് കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടായിരിക്കണം. ഞാനിത് പറയുന്നത് ഈ മെയ് മാസത്തിലാണ്. ഞാൻ പറഞ്ഞു, മാതാവിന് നമ്മളോട് വലിയ ഇഷ്ടമാണ്, നമുക്ക് മാതാവ്. പക്ഷെ മാതാവിന് നമ്മളോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം എപ്പോഴാണെന്നറിയാമോ? യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി സഹിച്ച അതികഠോരമായ വേദനയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, അതോർത്ത് നന്ദി പറയുമ്പോൾ അമ്മ പറയും, നീ എൻ്റെ മോനാണ്, എൻ്റെ മോളാണ്, മക്കളെ. ഇത് ഞാൻ ആത്മാവിൽ പറയണം. ഞങ്ങൾക്ക് കൂട്ടായ്മയിലുള്ളൊരു അനുഭവമാണ് കേട്ടോ. പരിശുദ്ധ അമ്മ സംസാരിക്കുന്ന അനുഭവമൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് പീഡയൊക്കെ ഉണ്ടാകും, വലിയ ഉഗ്ര പീഡയൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും സാരമില്ല. അതിൻ്റെ ഇടയിലും യേശുവിന് സ്നേഹം അനുഭവിക്കാനുള്ള അവസരങ്ങളൊക്കെ, നമുക്ക് ഹൃദയത്തിൽ ആനന്ദിക്കാനുള്ള അവസരമൊക്കെ കിട്ടും. പരിശുദ്ധാത്മാവ് തരും. പരിശുദ്ധ അമ്മ സ്തോത്രം ചെയ്തൊക്കെയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മ, ഞാൻ പറഞ്ഞു, അമ്മ പോലും പറഞ്ഞു എൻ്റെ രക്ഷകനായ ദൈവം എന്നാ പറഞ്ഞു. ഞാനീ പറയാൻ കാര്യം, അമ്മയ്ക്ക് രക്ഷ ആവശ്യമില്ല, അമ്മയ്ക്ക് പാവമൊന്നുമില്ല. പക്ഷേ അമ്മ പറയാണ്, ഇതാ എൻ്റെ അർത്ഥം. അതായത് യേശു ക്രിസ്തുവിലൂടെയാണ്, രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് എനിക്ക് എന്തെങ്കിലും കൃപ കിട്ടിയിരിക്കുന്നത്. യേശുവിൻ്റെ അമ്മയാകാനായിട്ടാണ് എനിക്ക് ദൈവം കൃപ തന്നിരിക്കുന്നത്. അവൻ മൂലമാണ് എനിക്ക് എന്തെങ്കിലും നന്മയുള്ളത്. അവനിലൂടെയാണ് എനിക്ക് ആനന്ദമുള്ളത്. ഇതുകൊണ്ടാണ് കുരിശിന്റെ ചുവട്ടിലോ അമ്മയ്ക്കൊരു പരാതിയില്ല. വേറൊരു ലെവലിലേക്ക് അമ്മ പരിശുദ്ധാത്മാവ് ഉയർത്തി. വേദന മാനുഷികമായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ അതിജീവിക്കുന്ന കൃപ നിറഞ്ഞവളെ സ്വസ്തി നമ്മൾ പറയുന്നത് കൊണ്ടാണ്. നമ്മൾ അതിനാണ് പരിശുദ്ധ അമ്മയെ തന്നെ നമുക്ക് അമ്മ ഈശോ തന്നത്. കാരണം എന്താ? നമുക്ക് ഭൂമിയിൽ നമ്മൾ മതേശയായിരുന്നു, നമ്മൾ ഓർത്തു, പരിശുദ്ധ അമ്മയെ ഓർത്തു. നമ്മുടെ അമ്മമാർ മനുഷ്യരാണ്, പക്ഷേ നമുക്ക് ഈ ഭൂമിയിൽ സഭയുടെ അമ്മയായിട്ട് സാത്താനോട് പോരാട്ട് ജയിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ആ ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. നമുക്ക് അമ്മയുടെ അമ്മ നമ്മുടെ അമ്മയായിരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മൾ യേശുവിനെ സ്നേഹിക്കണം അങ്ങേയറ്റം. കാരണം അവൻ നമുക്ക് പരിശുദ്ധ അമ്മ നമ്മളോട് എപ്പോഴും പറഞ്ഞു, മക്കളെ അവൻ്റെ ആദ്യമൊക്കെ തുടക്കമൊക്കെ എങ്ങനെയാണ്, നമ്മൾ പരിശുദ്ധ അമ്മയാണ്, നമുക്ക് അമ്മയില്ലെങ്കിലൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ അമ്മ എപ്പോഴും നമ്മളെ യേശുവിലേക്ക് നയിക്കുകയാണ്. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മളെ, അതുകൊണ്ടാണ് തിരുസഭ പരിശുദ്ധ അമ്മയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ അറിയാതിരിക്കില്ല. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് വരണം. പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ യേശുവിനെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, അല്ലേ? പരിശുദ്ധ അമ്മ ഫാത്തിമയിലെ കുഞ്ഞുങ്ങളോട് അതോടൊപ്പം ജപമാല ചൊല്ലിയത് യേശുവിനെ കുറിച്ചുള്ള ധ്യാനമായിരുന്നല്ലോ, അല്ലേ? ജപമാല ചൊല്ലിയത്. ഇപ്പം നമ്മൾ അറിയണം. അപ്പം ഇന്നത്തെ ചിന്ത ഇതാണ്, ഇതായത് മറ്റുള്ളവരെ എതിർക്കുമ്പോഴും ദൈവഹിതമാണ് നിറവേറുന്നതെന്ന് യേശു യോഹന്നാൻ്റെ 10-ാം ആട്ടിൻകൂട്ടത്തിൽ ഈശോ പറയാണ്, നല്ല ഇടയൻ ഈശോ പറയാണ്. ബാക്കി ഒത്തിരി പേര് നിങ്ങളെ ഇട്ടിട്ടോടും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ, പക്ഷെ ഞാൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നു എന്നൊക്കെ യോഹന്നാൻ 10 ഈശോ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഇടയനായ യേശുവിനെ അനുഗമിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയവും മനസ്സും സമർപ്പിക്കാം. നമ്മുടെ സ്വാർത്ഥതയൊക്കെ വെടിഞ്ഞ് എന്ന് പറയുമ്പോൾ കുറേ നാൾ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി, എൻ്റെ അനുഭവം പറയാം, കുറേ നാൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യം, അതിനുവേണ്ടിയാണ് നമ്മൾ ജപമാല ചൊല്ലിയത്, അതിനുവേണ്ടിയാണ് നമ്മൾ നൊവേനുകൾ ചൊല്ലിയത്, അതിനുവേണ്ടിയാണ് അനേക ധ്യാനങ്ങൾ കൂടിയത്, അതിനുവേണ്ടിയാണ് അനേക കാര്യങ്ങൾ ചെയ്തത്. ഇതിനിടയിൽ എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിനെ, ഏറ്റവും വലിയ ശക്തിയാണ് ഈശോ നമുക്ക് നൽകിയ പരിശുദ്ധാത്മ ശക്തി, ആ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ സ്വീകരിക്കണമെന്നുള്ളൊരു ബോധ്യം പരിശുദ്ധ അമ്മ നമുക്ക് നൽകും. കാരണം നമുക്കറിയാം, പന്തക്കോസ്തായ്ക്ക് വേണ്ടി അപ്പസ്തോലന്മാരെ ഒരുക്കിയത് പരിശുദ്ധ അമ്മയാണ്. അപ്പം തിരുസഭ ഉണ്ടാകേണ്ടത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധ അമ്മയാണ് ഈ അപ്പസ്തോലന്മാരെയും ഭക്തസ്ത്രീകളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് നിർത്തിയ, പന്തക്കോസ്തായ്ക്ക് വേണ്ടി അവരെ കൂട്ടിച്ചേർത്ത് നിർത്തിയത് പരിശുദ്ധ അമ്മയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുന്നു 1-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും എന്ന് പറയുന്നുണ്ട്. ബേത്ലഹേമിൽ യേശുവിന് ജന്മം നൽകിയ അമ്മ,
കാനായിലെ കല്യാണ വിരുന്നിൽ യേശുവിനെ സമൂഹത്തിലേക്ക് അവതരിപ്പിച്ച അമ്മ, അത്ഭുതം പ്രവർത്തിക്കാൻ പ്രേരണ നൽകി ആവശ്യപ്പെട്ട അമ്മ, തിരുസഭ ഉണ്ടാകുവാനായിട്ട് അവരെ ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൂടിയതും പരിശുദ്ധ അമ്മയാണ്. കുരിശന്റെ ചുവട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മയാണ്. യേശുവിന് വേണ്ടിയാണെല്ലാം, നിത്യതയ്ക്ക് വേണ്ടിയാണെല്ലാം പ്രിയമുള്ളവരെ. തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ പറയും, ആ പ്രയാസങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ കണ്ടെത്തുകയാണ് അല്ലേ. സങ്കീർത്തനം 119, ദൈവം ദുരിതങ്ങളെല്ലാം എനിക്ക് ഉപകാരമായല്ലോ, അതുമൂലം ഞാൻ അങ്ങയെ അറിഞ്ഞുവല്ലോ, അങ്ങയുടെ നിയമങ്ങൾ അറിഞ്ഞുവല്ലോ എന്നും. ആ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ഞങ്ങളെയും തിരുസഭയും, പ്രത്യേകിച്ചും ലിയോ 14 മാർപ്പാപ്പായിലൂടെ ഈ കാലഘട്ടങ്ങളിൽ തിരുസഭയിൽ വലിയ, ലോകമെമ്പാടും വലിയ സെയിന്റ് അഗസ്റ്റിൻ്റെ മാനസാന്തര അനുഭവം തിരുസഭ മുഴുവനും ഉണ്ടാകുവാനായിട്ട് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവെ ഇടപെടണമേ. പരിശുദ്ധ പരമ ദൈവകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.